ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം. ക്രിയേറ്റീവ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തുടർന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച അംഗം അട്ടഹാസം എന്ന് പറഞ്ഞൊരു മൂവി എല്ലാവർക്കും അറിയാം. മാധവ് സുരേഷ് ഗോപിയുടെ മകന് പുള്ളി പ്രൊഡ്യൂസറായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ന്യൂസ് 8 ചാനലിൽ. അപ്പോൾ അതിൽ അശ്വന്ത് കോക്ക് എന്ന യൂട്യൂബർക്കെതിരെ ഒരു വീഡിയോ ഞാനും കണ്ടിരുന്നു. അതിൻ്റെ വീഡിയോ അതിൽ അശ്വന്ത് കോക്കിൻ്റെ പ്രതികരണം കണ്ടിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഇതാണ് ഞാനിതിൽ. ആരെ സപ്പോർട്ട് ചെയ്യാനോ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. കാരണം കുറച്ച് പോയിൻറ്റ്സ് മാത്രം പറയാം. കാരണം അതിൽ ഇതിൻ്റെ പ്രൊഡ്യൂസറും ഇതിൽ നടന്ന് പറഞ്ഞ കാര്യം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സംഭവം. ഞാൻ പറഞ്ഞില്ല, അതിനെ സപ്പോർട്ട് സംസാരിക്കില്ല. അതായത് ഒരു സിനിമ വന്ന് അറ്റ്ലീസ്റ്റ് എന്താ പറയുക, സിനിമ റിലീസ് ചെയ്തൊരു 2 ഡേയ്സൊക്കെ ആകുമ്പോൾ അതിനെ നമുക്ക് ഉള്ള പറയാൻ വെച്ചാൽ ക്രിട്ടിസൈസ് ചെയ്യാം. എന്തിനും നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഇതാണ്. ഇന്ത്യയിൽ മാത്രമാണ് അങ്ങനത്തെ എല്ലാവർക്കും തരുന്നത്. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ആര് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം. പക്ഷേ പറയിച്ച ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അല്ലാതെ അധികം ആവരുത്. എല്ലാവരും പറയാം അധികമായാൽ അമൃതം വിഷമാണെന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അധികം നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതിൽ സംബന്ധിച്ചാൽ പുള്ളി പറഞ്ഞ കാര്യം വെച്ചാൽ ഒരു സിനിമ ഇറങ്ങി ഒരു 3 മണിക്കൂർ ആകുമ്പോൾ തന്നെ, ഒരു സിനിമ റിലീസ് ചെയ്ത് 3 മണിക്കൂർ ആകുമ്പോൾ തന്നെ ആ സിനിമ എന്താ പറയുക, കൊല്ലുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഇത് തന്നെയാണ്. സംബന്ധിച്ചാൽ അത്രയും അവരുടെ എഫേർട്ടുണ്ട്. എനിക്കും അറിയാം. ഞാൻ അങ്ങനെ പറയില്ല, ഞാനൊരു ചെറിയ ഷോർട്ട് ഫിലിം ഡയറക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഞാൻ 1-2 ഷോർട്ട് ഫിലിം വേണ്ടി ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ്. പക്ഷേ എനിക്ക് 2 ഷോർട്ട് ഫിലിം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് എനിക്ക്. പക്ഷേ ഞാൻ അതുകൊണ്ട് പറയില്ല. സംബന്ധിച്ചാൽ അത് ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ ഒരു ഇതാണ്, കഷ്ടപ്പാടാണ്. അത് ശരി. അതിപ്പം ആ സിനിമ ഇപ്പം മോശമായാലും നല്ലതായാലും നമ്മളിപ്പോൾ ഒരു 100-150 രൂപ കൊടുത്ത് കാണുന്നതാണ്. ശരിയാണ്, നമ്മുടെ സമയം ഇതൊക്കെയാണ് വേസ്റ്റ് എന്നൊക്കെ അറിയാം. പക്ഷേ അത് ചിലപ്പോൾ ആ കഥ പറയുമ്പം ആ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഒരു ഡയറക്ടർ ഒരു തിരക്കഥകൃത്തും ഒരു സിനിമയുടെ ഒരു കഥ ഒരു പ്രൊഡ്യൂസറോട് പറയുമ്പോൾ ആ പ്രൊഡ്യൂസർക്ക് അതിൽ എന്തൊരു ഇതുണ്ടായതുകൊണ്ടാണ് അവരത് പ്രൊഡ്യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നത്. പിന്നെ ഒരു നായകനെ കാസ്റ്റ് ചെയ്യുന്നു. പിന്നെ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സും ഇതാക്കുന്നവരും എല്ലാവരും അവർക്ക് പേയ്മെൻറ്റ് കൊടുത്ത് സെറ്റാക്കുന്നു. അതുപോലെ തന്നെ അതിൽ കുറേ ടെക്നീഷ്യൻ ഉണ്ടാവും. അതായത് ലൈറ്റ് ബോയ് മുതലുള്ള എല്ലാ സംഭവം, ഇപ്പോൾ ചായ കൊടുക്കുന്ന ആൾ വരെ അവർക്ക് വരെ പൈസ കൊടുക്കണം, പേയ്മെൻറ്റ് കൊടുക്കണം. വെറുതെ ഒരു ചായ ഉണ്ടാക്കി തരില്ലല്ലോ. അങ്ങനെ ഇവിടെ വളരെ കഷ്ടപ്പാടുണ്ടാവും. പക്ഷെ അത് അവർ പറഞ്ഞ ഒരു സിനിമ ഇറങ്ങി ഒരു 3 മണിക്കൂറിനുള്ളിൽ തന്നെ ആ സിനിമ മൊത്തമായിട്ട് കൊല്ലുക വെച്ചാൽ അത് ഭയങ്കര ഒരു തന്നെയാണ്. പിന്നെ അശ്വിൻ കോക്ക്, പുള്ളിയുടെ വീഡിയോസ് ഞാൻ പലതും കാണാറുണ്ട്. പക്ഷേ പുള്ളിയുടെ ലാസ്റ്റ് ചെയ്ത വീഡിയോ, അതായത് ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച പുള്ളി മിഡ് നൈറ്റ് ചെയ്ത വീഡിയോ ആണ്, ഞാൻ മോർണിംഗിലാണ് കാണുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ പുള്ളിയുടെ മറ്റേ കുറച്ച് കാര്യങ്ങളുണ്ട്, ബോഡി ഷേമിങ് മറ്റുള്ള സംഭവങ്ങളുണ്ടാവും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതാണ്. ഒരുപാട് ഇപ്പോൾ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ എനിക്കത് പറയാൻ പറ്റില്ല. അത്രയും മോശമായിട്ടാണ് പുള്ളിയുടെ സംസാരം കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ വന്നിരിക്കുന്നത്.